ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 5 വർഷങ്ങൾക്ക് മുൻപ് ശസ്ത്രക്രിയ പിഴവ് മൂലം കത്രിക വയറ്റിൽ കുടുങ്ങിയ ഉഷ ജോസഫ് തിരികെ വീട്ടിലെത്തി. എറണാകുളം അമൃത ആശുപത്രിയിൽ ഒരാഴ്ച മുൻപാണ് വയറ്റിൽ നിന്നും കത്രിക നീക്കം ചെയ്തത്. നഷ്ടപരിഹാരം വേണമെന്നും തനിക്ക് വന്ന അവസ്ഥ മറ്റൊരാൾക്കും ഇനി ഉണ്ടാവരുതെന്നും ഉഷ ജോസഫ് പറഞ്ഞു. ഇതോടെ ജാഗ്രതയുടെ പൂർണ്ണമാകും. നമസ്കാരം. അഞ്ചു വർഷത്തെ യാതനകൾക്ക് അവസാനം വയറിനുള്ളിൽ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് കുടുങ്ങിയ കത്രിക നീക്കം ചെയ്തതിനു ശേഷം ഉഷ ജോസഫ് പുന്നപ്പറയിലെ വീട്ടിൽ മടങ്ങിയെത്തി. 5 വർഷങ്ങൾക്ക് മുൻപ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന ശസ്ത്രക്രിയയിലാണ് കത്രികയ്ക്ക് സമാനമായിട്ടുള്ള ശസ്ത്രക്രിയാ ഉപകരണം വയറിൽ കുടുങ്ങിയത്. 2021 മെയ് 5-നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഗർഭപാത്രത്തിലെ 3.5 കിലോയോളം ഭാരം വരുന്ന മുഴ നീക്കം ചെയ്യാൻ ഉഷ ജോസഫ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. 11 ദിവസങ്ങൾക്ക് മുമ്പ് ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രികയ്ക്ക് സമാനമായ ഫോർസെപ്സ് എന്ന ശസ്ത്രക്രിയ ഉപകരണമുള്ള വിവരം പുറത്തുവന്നു. തുടർന്ന് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കാണ് ആരോഗ്യ കേരളം സാക്ഷ്യം വഹിച്ചത്. ആലപ്പുഴ MP KC വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്ന് ഉഷ ജോസഫിനെ എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. തൊട്ടടുത്ത ദിവസം ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ നിന്നും കത്രിക പുറത്തെടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു. ഡോക്ടർ ഷാഹിദയുടെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘമാണ് 2021 ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയത്. സീനിയർ റെസിഡന്റും PG ഡോക്ടറും അനസ്തീഷ്യ വിഭാഗത്തിലെ 3 ഡോക്ടർമാരും 3 നഴ്സുമാരും ഒപ്പമുണ്ടായിരുന്നു. ഉഷയുടെ ബന്ധുവിന്റെ പരാതിയിൽ അന്നത്തെ ഗൈനക്കോളജി വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. നിലവിൽ ഒരാൾ മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. മെഡിക്കൽ ബോർഡിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയെയും നഴ്സ് ധന്യയെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടായിരുന്നതെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ ലളിതാംബിക തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളോട് കാണിച്ചത് ഇപ്പോൾ ഇന്ന ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ആ ഡോക്ടർ ചെയ്യും അല്ലെങ്കിൽ അവർ ചെയ്യുമെന്ന് ഓർത്തല്ല നമ്മളെ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ അവർ വേറെ ആളെ കൊണ്ട് ചെയ്യും, നമ്മുടെ കുഴപ്പമില്ലല്ലോ. നമ്മളോട് പറഞ്ഞിട്ടുമില്ല ഇന്നാളാ ചെയ്യുന്നതെന്നൊന്നും. അവർ പറഞ്ഞിട്ട് നമ്മൾ അഡ്മിറ്റായി അവർ ഡേറ്റ് എടുത്ത് തന്ന് ആ ഡേറ്റിൽ പോയി നമ്മൾ അഡ്മിറ്റായി. ആ ഡേറ്റിൽ പറ്റാഞ്ഞിട്ട് പിന്നെ അടുത്ത ഡേറ്റ് അവർ തന്നെ എടുത്ത് വീട്ടിൽ പോയി നമ്മൾ കണ്ടിട്ട് അവർ തന്നതാണ്. അമ്പലപ്പുഴ പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. സംഭവം പുറത്തായതിനെ തുടർന്ന് ലളിതാംബിക നടത്തിയ പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. തനിക്ക് സംഭവിച്ച ദുരവസ്ഥ ഇനി മറ്റാർക്കും ഉണ്ടാവരുതേ എന്ന ഉഷ ജോസഫിന്റെ പറച്ചിൽ അത് ആരോഗ്യ കേരളം ഒന്നാകെ കേൾക്കേണ്ടതാണ്, ഓർമ്മിക്കേണ്ടതാണ്. അപ്പോഴും ഈ സാധു സ്ത്രീക്ക് ലഭിക്കേണ്ട നീതിയും നഷ്ടപരിഹാരവും ഉറപ്പാക്കേണ്ടത് സാമൂഹ്യമായ ഉത്തരവാദിത്വമാണ്. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.